പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളുകൾ പഠിച്ചു വെച്ചിരിക്കണം. രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. റാങ്ക് മേക്കിംഗ് സീരീസ് പാർട്ട് 6ലേക്ക് കിടക്കുകയാണ്. നല്ലൊരു വർഷം നേരുകയാണ്. എന്ന് ഡിസംബർ കഴിഞ്ഞു. 2023 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ കടന്നു. 2024 ജനുവരി 1 ആദ്യത്തെ ഒരു ദിവസം, ആദ്യം തന്നെ എൻ്റെ ഒരു ക്ലാസ് കിട്ടിയല്ലോ. എനിക്കൊരു അഭിമാനമാണ്. ആദ്യത്തെ വർഷത്തിലെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ 24 എന്ന വർഷം, നിങ്ങളുടെ പരീക്ഷകളുടെ ഒരു മാമാങ്കമായ ഒരു വർഷമാണ് 2024 എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7 മണിക്ക് എന്നാൽ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, തീർച്ചയായിട്ടും ഇത് തീരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ ഇതെല്ലാം സെറ്റായിട്ട് എഴുതുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയോ, ഇതിൽ നിന്ന് ഒരു 50 GK ഉണ്ട് അല്ലെങ്കിൽ 60 GK ഉണ്ടെങ്കിൽ ഒരു 10-15 മാർക്ക് ഉറപ്പായിട്ട് ഈ ഒരു ചോദ്യം, ഇങ്ങനെയുള്ള കുറെ മേക്കിംഗ് ചോദ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും ടഫ് ടോപ്പിക്കുകൾ കൂടെ എടുത്തുകൊണ്ട് വരാം. ഇപ്പൊ ഒരു റിവിഷൻ ആവാൻ വേണ്ടി കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് ഓർക്കാൻ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ അല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം നേരുകയാണ്. ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങളാൽ കഴിയുന്നത് പഠിത്തം മുടങ്ങാതിരിക്കുക. എനിക്കറിയാം, പരീക്ഷകളെല്ലാം വരും. നിങ്ങളുടെ പഠിത്തത്തിനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാതെ, അസുഖങ്ങൾ വരാതെയും പ്രശ്നങ്ങൾ വരാതെ ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ജോലി നേടി. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഇനി എത്ര നാള്, എന്ന്, ആർക്കൊക്കെ, നിങ്ങളൊക്കെ ആരൊക്കെ പഠിക്കുന്നുണ്ട്, എവിടെയൊക്കെ പരീക്ഷാ ഹാളിൽ എങ്ങനെയൊക്കെ എഴുതണം, ആത്മവിശ്വാസത്തോടെ എഴുതണം, എത്രമാത്രം റിവിഷൻ നടത്തണം, ഇതെല്ലാം ഇനി വരുന്ന ചോദ്യങ്ങളാണ് അല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പഠിച്ചാൽ കിട്ടുന്നുണ്ടോ, പഠിച്ചാൽ വരുമോ, ഇതെല്ലാം. പക്ഷെ വരും. ഈ പഠിച്ച് സീനിയറായ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്ക്. ഇപ്പൊ നടന്ന ഓരോ പരീക്ഷകളൊക്കെ, ഫയർഫോഴ്സ് പരീക്ഷയായാലും അല്ലെങ്കിൽ ഖാദി ബോർഡ് പരീക്ഷയായാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയാലും, അത് പഠിച്ചാൽ വരും എന്നുള്ളതാണ്. പിന്നെ എഴുതുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അത് പ്രാക്ടീസിന്റെ കുറവാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റ് ചെയ്ത് അതുപോലെ OMR ചെയ്ത് എന്നും ക്വസ്റ്റ്യനുമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുക കേട്ടോ. സയൻസിനൊക്കെ ഇച്ചിരി കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തോ. സയൻസ് ചിലപ്പം കുറച്ച് ചോദ്യങ്ങളെ വരും, എന്നാലും ഇപ്പൊ നല്ല സമയം, പഠിക്കാൻ കിട്ടിയ സമയം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങൾ, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ, ഹൃദയം, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ രക്താണുക്കൾ, ഇതെല്ലാം നേരത്തെ ഒതുക്ക്. അതുപോലെ സബ്ഷെല്ലിന്റെ എണ്ണം അല്ലെ, ഇതെല്ലാം പഠിക്കണ്ടേ. അപ്പൊ ഇച്ചിരി കുറേച്ച് 1, 2, 3 പേജ് ഒരു വീതം പഠിച്ച് നിങ്ങൾക്ക് മാറ്റിയാൽ പിന്നീട് എടുക്കുമ്പോൾ പിന്നീട് പഠിക്കാൻ എടുക്കുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി സിമ്പിൾ ആയിട്ട് മാറും. അല്ലാതെ എല്ലാം ഒന്നേന്ന് പഠിക്കാതിരിക്കുക. അതുകൊണ്ട് പാടുള്ള ടോപ്പിക്ക് ഇടവിട്ട് ഒന്ന് പഠിക്കുന്നത് മനസ്സുകൊണ്ട് അങ്ങ് ഇഷ്ടപ്പെടും കേട്ടോ. പാടുള്ള എന്ന് വിചാരിക്കണ്ട, എല്ലാം പഠിച്ചല്ലേ പറ്റൂ. പിന്നെ എല്ലാം തികഞ്ഞൊന്നും ആരുമില്ല. നിങ്ങൾക്ക് ഉള്ള ഫാൾട്ട് വേറൊരാൾക്ക് വേറൊരു രീതിയിലായിരിക്കും ഫാൾട്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. നമുക്കെന്നെ കത്തിയടിച്ച് പോകണ്ട. ഇന്നലെയൊക്കെ ഒത്തിരി പേര് ലൈവിലൊക്കെ വന്ന എൻ്റെ കൂടെ ഒത്തിരി നേരം 4 മണിക്കൂറോളം കുറെ ക്ലാസ് റിവിഷൻ മാക്സിമം നടത്തി തന്നു. അത് കുറെ ചോദ്യങ്ങൾ എല്ലാവരും ഉത്തരം ചെയ്തു. അതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം പഠിപ്പിക്കുന്ന നാളുകളിൽ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നമ്മളെ സ്നേഹിക്കുന്നതും അവരുടെ ഓരോ വരികൾ, ആ വാക്കുകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും എടുത്തെടുത്ത് വെച്ച് നോക്കിയപ്പോഴും അത്രമാത്രം സന്തോഷമാണ്. ലാപ്ടോപ്പിൽ കിടക്കുമ്പോൾ അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത കുറേ ഇത് എടുക്കുന്നുണ്ട് കുട്ടികൾ ഓരോന്ന് പറയുന്നത്. എത്രയായാലും നമുക്ക് 1-2 കുട്ടികളുടെ ആ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ. ആ ഒരു മനസ്സുകൊണ്ട് നാളെയും അടുത്ത ആഴ്ചയും ഇവർക്ക് വേണ്ടി ഞാൻ ചെല്ലണം എന്നൊരു വാശി കിട്ടുന്നത് അവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടല്ലേ. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. പ്രാർത്ഥനയിലല്ല, എപ്പോഴും ഉണ്ട്. നിങ്ങളുണ്ടെന്നേ. പഠിക്കുന്ന കുട്ടികളെല്ലാം ജോലി നേടട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, പഠിക്കും. നിങ്ങൾക്ക് വിധി എന്നും പറഞ്ഞോ ഭാഗ്യമില്ല എന്നും പറഞ്ഞോ ചിലപ്പോൾ കുറേ പരീക്ഷകൾ കിട്ടിയില്ലായിരിക്കും. പോട്ടെ, കഴിഞ്ഞു. 23 വരെയുള്ള എല്ലാം കഴിഞ്ഞു. വിഷമതകളും നഷ്ടങ്ങളും എല്ലാം കണക്കുകളായിരിക്കും അല്ലെ. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും നഷ്ടങ്ങളുടെ കണക്കുകളാണ് പൊതുവേ വരുന്നത്. പോട്ടെ, കഴിഞ്ഞ ചിലവർക്ക് കുറെ നേടിയിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ നല്ലൊരു കല്യാണം കഴിച്ചെന്നോ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടായെന്നോ, നല്ലൊരു ഗവൺമെന്റ് ജോലി നേടിയെന്നോ, അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ ശ്വസം, ഇങ്ങനെ കുറെ വേറൊരു സെക്ഷൻ കാര്യം. നിങ്ങൾക്കിനി നേട്ടങ്ങളുടെ ലക്ഷ്യമാകണം. നിങ്ങൾ ഇനി പഠിച്ച് ഈ വരുന്ന വർഷത്തിൽ ഒന്ന് സമ്പാദിച്ച് പോവുക. നല്ലൊരു നിങ്ങളുടെ ആഗ്രഹിച്ച സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുവത്സരം നേരുന്നു. അപ്പൊ ഇന്നത്തെ കൊച്ചു ടോപ്പിക്ക് ഇന്ന് ഹെവി ആയിട്ട് വാരി വലിപ്പിച്ച് പഠിപ്പിക്കുന്നില്ല. കാരണം
ഇന്നലെയും കുറേ പഠിപ്പിച്ചതാ. അപ്പൊ അതൊക്കെ എഴുതിയെടുത്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. ഇന്ന് നോക്കെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോയി. റാങ്ക് മേക്കിംഗ് 6-മത്തെയാണ്. കേരളത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നവോത്ഥാന സംഘടനകളും അവയുടെ വർഷങ്ങളും ആളിന്റെ പേരും. അതുകൊണ്ടാണ് അതൊരു കൊച്ചൊരു പോർഷനായിട്ടൊക്കെ എഴുതി വെക്കാന്ന് പറഞ്ഞാൽ. കേരളത്തിലെ SNDP എപ്പോഴും ചോദിക്കുന്നതാണല്ലോ. SNDP സ്ഥാപിച്ചത് ആരാണ്? SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു 1903 അല്ലെ? 1903 ശ്രീനാരായണ ഗുരുവാണ് SNDP സ്ഥാപിച്ചത്. വാവൂട്ടി യോഗം എന്നല്ലേ ആദ്യകാല നാമം? SNDPയുടെ ആദ്യകാല നാമം വാവൂട്ടി യോഗ അല്ലെ? SNDPയുടെ ആസ്ഥാനം ഏത് ജില്ലയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ് അല്ലെ? SNDPയുടെ ആസ്ഥാനം കൊല്ലം. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ സർവകലാശാലയും കൊല്ലം സ്ഥിതിയിലല്ലേ? കൊല്ലം കുരീപ്പുഴ ഭാഗത്തായിട്ടാണ് ശ്രീനാരായണ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തില് പുതിയതായിട്ട് വന്ന സർവകലാശാലയാണ് ശ്രീനാരായണ സർവകലാശാല. ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ് കേട്ടോ. മുബാറക് പാഷയാണ് ആദ്യത്തെ വൈസ് ചാൻസലർ ആണെന്നൊക്കെ ചോദിച്ചാൽ അല്ലെ? അടുത്ത 2-മത്തെ ശ്രീനാരായണ ഗുരുവിനെ മറന്നുപോരുതേ. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ട വർഷം അല്ല, ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ട വർഷം എന്നാണ്? 1925 അല്ലെ? ഗാന്ധിജിയെ കണ്ടത് 25-ലാണ് അല്ലെ? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമാണ്? ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ 1888. അരുവിപ്പുറം ശിവക്ഷേത്രം വന്ന വർഷം എന്നാണ് ചോദ്യമെങ്കിൽ 87 എഴുതിയാൽ മതി കേട്ടോ. അരുവിപ്പുറം ക്ഷേത്രം നിലവിൽ വന്നതെന്ന് 1887. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് 1888. ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എന്ന 1925. 2-3 പ്രധാന കൃതികൾ ഓർമ്മയുണ്ട്. ദൈവദശകം, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അടുത്ത NSS വന്ന എന്നാണ്? NSS 14-ലാണ്. മന്നത്ത് പത്മനാഭൻ അല്ലെ? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്ന് പറഞ്ഞേടെ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത സ്മരണകൾ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗം ഏതാ? 1947 നടത്തിയ മുതുകുളം പ്രസംഗം. മറന്നുപോരുതേ, മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1947 നടത്തിയ മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ. 1924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥയും 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥയും നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതുകൂടെ പറയട്ടെ. 1924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ, വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥയും 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ നയിച്ചതും ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ, ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? മന്നത്ത് പത്മനാഭൻ അല്ലെ? ചങ്ങനാശ്ശേരിയിലെ പെരുന്നേലിയുടെ NSSന്റെ ആസ്ഥാനം. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSന്റെ ആസ്ഥാനം. NSSന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? നായർ ഭൃത്യജന സംഘം അല്ലെ? നായർ ഭൃത്യജന സംഘമാണ്. SNDPയുടെ ആദ്യകാല നാമമാണ് വാവൂട്ടി യോഗം. NSS നായർ ഭൃത്യജന സംഘം. ഇവരുടെ മുഖപത്രം അല്ലെ? സർവീസസ് അല്ലെ? സർവീസസ് ഇവരുടെ മുഖപത്രം. SNDPയുടേത് യോഗനാഥം, NSSന്റേത് സർവീസസ് ആണ്. അടുത്ത നോക്കെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1907. ആരാ? നമ്മുടെ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാ? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര് അല്ലേ? 1863 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയ്യങ്കാളി അല്ലിയുടെ പുലേലകള നടത്തിയത്. പുലേലകള, ഊരട്ടമ്പല ലകള അഥവാ 90-ാം ആണ്ട് ലകള. പുലേലകളെ അല്ലെങ്കിൽ ഊരട്ടമ്പല ലകള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലകള നടത്തിയത് അയ്യങ്കാളിയാണ്. 1915-ലാണ് പുലേലകള. അതുപോലെ ആ 15 തന്നെയാണ് കൊല്ലം ജില്ലയിലെ നടന്ന പെരിനാട് ലകള അഥവാ കല്ലുമാല സമരം ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1915-ലാണ്. ഓക്കെ. അടുത്തത് യോഗക്ഷേമ സഭ ഏത് വർഷമെന്ന് ചോദിച്ചിട്ടുണ്ട്. യോഗക്ഷേമ സഭ 1908 VT ഭട്ടത്തിരിപ്പാട്. പക്ഷെ അദ്ദേഹം അന്ന് കൊച്ചുകുട്ടിയാണ്, അംഗമായിരുന്നു എന്നാ പറയാറുള്ളത്. അന്നത്തെ അതിന്റെ പ്രധാന പ്രസിഡന്റ് ആയിട്ട് പറയുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഇത് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവായിട്ട് PSCക്ക് ഈ യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? VT ഭട്ടത്തിരിപ്പാട് 1908. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞ VT ഭട്ടത്തിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും. ആത്മകഥ. നാടകമേത അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അല്ലെ? VT ഭട്ടത്തിരിപ്പാട് നടത്തിയ ജാഥ ഏതായിരുന്നു? ജാഥ യാചന യാത്ര അല്ലെ? 1930
1931 യാചനായാത്ര നടത്തി തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഹരിജന ഫണ്ട് അല്ലെങ്കിൽ പാവങ്ങളുടെ വിദ്യാഭ്യാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര 1931 VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ യോഗക്ഷേമ സഭ ഏതാ? 1908. അടുത്ത പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാൻ. കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹമാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥയൊക്കെ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അടുത്ത നമുക്ക് നോക്കാം സമത്വ സമാജമാരുടെ. അത് ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ. സമത്വ സമാജമാരുടെ എന്ന് വെച്ചാൽ വൈകുണ്ഠ സ്വാമികൾ ആദ്യമായിട്ട് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തെ നവോത്ഥാന സംഘടന ഏതെന്ന് വെച്ചാൽ സമത്വ സമാജം തന്നെയാ പറയേണ്ടത്. 1836 സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജത്തിന്റെ വർഷം തെറ്റരുത്. ആദ്യത്തെ നവോത്ഥാന സംഘടന ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം എഴുതാവേ 1836 വൈകുണ്ഠ സ്വാമികൾ. ചാനാലകളെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. എന്നാണ് ചാനാലകള? 1859. ചാനാലകള ഏത് വർഷമാണ്? 1859 മെയിൻ ചാനലുകള. ഉത്രം തിരുനാളാണ് അതിനെ മാറുമറയ്ക്കാൻ അനുമതി കൊടുത്തത്, മറന്നുപോരുതേ. അപ്പൊ സമത്വ സമാജം. അടുത്ത സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പൻ അല്ലെ. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം. എറണാകുളം ജില്ലയിലെ ചേറായിൽ അല്ലെ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന മാസിക സഹോദരൻ അയ്യപ്പൻ ാണ്. അതൊക്കെ അദ്ദേഹത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പന് 2 പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ. മിശ്രഭോജനവും ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. അതായത് സഹോദര സംഘവും മിശ്രഭോജനവും നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ. അടുത്ത നോക്കെ ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ. ആനന്ദ മഹാസഭ 1918 ബ്രഹ്മാനന്ദ ശിവയോഗി കൊണ്ടുവരുന്നുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗി. അരയ സമാജം 1907 പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ പണ്ഡിറ്റ് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം. ഇരവിപ്പേരൂരല്ല, ചേരാനല്ലൂർ 1907. ഹിന്ദു പുലയ സമാജം 1917 കുറുമ്പൻ ദൈവത്താനാണ് കേട്ടോ. ഹിന്ദു പുലയ സമാജം 1917 കുറുമ്പൻ ദൈവത്താനാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത കേരള പുലയ മഹാസഭയിൽ KPMS എന്ന് പറയുന്നത് അത് 1970 PK ചാത്തൻ മാസ്റ്റർ രൂപീകരിക്കുന്നത്. ജാതി നാശിനി സഭ പഠിച്ചേരെ ആനന്ദ തീർത്ഥൻ കേട്ടോ. 1933 ജാതി നാശിനി സഭ 1933. CMI സഭ 1831 ചാവറ കുര്യാക്കോസ് ഏലിയ CMI സഭ. മുസ്ലിം ഐക്യ സംഘം 1922 വക്കം മൗലവി. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ 1896 ഡോക്ടർ പൽപു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നവോത്ഥാന സംഘടനകളാണ്. ഇതിൽ നിന്നാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വർഷവും ആളിന്റെ പേരും അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. വർഷവും ആളിന്റെ പേരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളുകൾ ഞാൻ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളുകൾ പഠിച്ചു വെച്ചിരിക്കണം. രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52. രാഷ്ട്രപതിയുടെ ഭരണാധികാരം 53. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് 54. അപ്പൊ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 52. രാഷ്ട്രപതിക്കുള്ള ഭരണ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 53. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 54. തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കണം, നടപടിക്രമങ്ങൾ 55. രാഷ്ട്രപതിയുടെ ഭരണകാലാവധി 56. അതുകൊണ്ട് ഒരു ഓർഡറിൽ തന്നെ തെരഞ്ഞെടുക്കുന്നു. പിന്നെ ഭരണത്തെ എത്ര കാലം ഇരിക്കണം, പിന്നെ അദ്ദേഹത്തിന് വീണ്ടും തെരഞ്ഞെടുക്കണമെങ്കിൽ അത് 57. പിന്നെ യോഗ്യതകളെ കുറിച്ച് പറയുന്നത് 58. രാഷ്ട്രപതി ആയിരിക്കണം, ഇന്ത്യയിലെ ഒരു പൗരനാവണം, 35 വയസ്സ് തികഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന കുറെ യോഗ്യതകളുണ്ടല്ലോ. അത് ഔദ്യോഗിക പദവികളെ കുറിച്ച് എന്തിലൊക്കെ പ്രധാന സ്ഥാനത്ത് ഇരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 59. ഓരോ ഓർഡറുണ്ട്. രാഷ്ട്രപതി 52, ഭരണാധികാരം 53, തെരഞ്ഞെടുപ്പ് 54, തെരഞ്ഞെടുപ്പ് നടപടിക്രമം 55, ഭരണകാലാവധി 56, വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള അർഹത 57, യോഗ്യത 58, ഔദ്യോഗിക പദവി 59. സത്യപ്രതിജ്ഞ ആർട്ടിക്കിൾ 60. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ 60.61. വെരി വെരി ഇമ്പോർട്ടന്റ്. പൊതുമാപ്പ്, കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ.
രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 72 ആണ്. രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 74 ആണ്. രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉണ്ട്. പ്രധാനമന്ത്രിയെ മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 75 ആണ് കേട്ടോ. രാഷ്ട്രപതിയാണല്ലോ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും മറ്റ് മന്ത്രിമാരെ എല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതി. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 71. നല്ലൊരു ക്വസ്റ്റ്യൻ അടുത്ത. രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരമായ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 111 ആണ്. വീറ്റോ പവർ. ഓർഡിനൻസ് 123. രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ച് പറയുന്നത് 123. സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാം എന്നുള്ളത് രാഷ്ട്രപതിയുടെ ആ അധികാരത്തെ ആർട്ടിക്കിൾ 141. ഇത് ഇമ്പോർട്ടന്റ് കൊടുത്തത് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സുപ്രീം കോടതിയിൽ നിന്ന് രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ എല്ലാം പഠിച്ചേരാം. ഇത് ഒരു ഇച്ചിരി നേരത്തെ കാര്യമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങ് പഠിച്ചേരാം. LDCക്കും ഫോഴ്സ് പരീക്ഷകൾക്കും ഒക്കെ പോകുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഒരു ചോദ്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളത്തിലെ കുറച്ച് സാംസ്കാരിക സ്ഥാപനങ്ങളും വർഷങ്ങളും മെയിൻ ആയിട്ട് ചോദിക്കുന്ന വർഷം ഒരു സെപ്പറേറ്റ് അല്ല, ഡീപ്പായിട്ടൊന്നും ഇല്ല, ഇത് ഇത്രയും അറിഞ്ഞിരിക്കണമല്ലോ. കേരള കലാമണ്ഡലം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. നമ്മുടെ വള്ളത്തോളും മുകുന്ദരാജയും ചേർന്ന് 1930 ഭാരതപ്പുഴയുടെ തീരത്ത് അല്ലെ, ചെറുതുരുത്തി നഗർ, തൃശ്ശൂര് 1930. കേരള സാഹിത്യ അക്കാദമി 56 വരുന്നു, തൃശ്ശൂര്. കേരള സാഹിത്യ അക്കാദമി 56 തൃശ്ശൂര് വരുന്നു. സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരും ആദ്യ സെക്രട്ടറി പാലാ നാരായണൻ നായരുമാണ് കേട്ടോ. ആദ്യ സാഹിത്യ അക്കാദമി 56 തൃശ്ശൂർ. സംഗീത നാടക അക്കാദമി 58 തൃശ്ശൂര്. സാഹിത്യ അക്കാദമി 56, സംഗീത അക്കാദമി 58, ലളിതകല അക്കാദമി 62 തൃശ്ശൂർ. അത് എടുത്ത് പഠിക്കുന്ന സ്ഥലം തൃശ്ശൂരിലെ ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ സാഹിത്യ 56, സംഗീത 58, ലളിതകല എന്നാണ് 62. പിന്നെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ജില്ലയിലാണ്. ഫോക്ലോർ അക്കാദമി 95 കണ്ണൂരിലെ ചിറക്കലാണ്. കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരിലെ ചിറക്കലാണ് ഫോക്ലോർ അക്കാദമി. അപ്പൊ സാഹിത്യ 56, സംഗീത 58, ലളിതകല 62, കേരള ഫോക്ലോർ അഥവാ നാടൻകല 95 കണ്ണൂരിലെ ചിറക്കൽ. ഈ കേരള ഫോക്ലോർ അക്കാദമി പ്രവർത്തനം തുടങ്ങിയത് 96 പറയാവൂ കേട്ടോ. ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ സ്ഥാപിച്ച വർഷം എന്ന് ചോദിച്ചാൽ 95 പറഞ്ഞാൽ മതി. കണ്ണൂരിലെ ചിറക്കലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 68 തിരുവനന്തപുരം നളന്തയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. മറന്നുപോരുത്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം നളന്ത. NV കൃഷ്ണവാര്യർ ആണ് ഇതിന്റെ സ്ഥാപക ഡയറക്ടർ എന്ന് പറയാറുണ്ട്, NV കൃഷ്ണവാര്യർ. അതായത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, നല്ലൊരു ക്വസ്റ്റ്യൻ. 1981 തിരുവനന്തപുരം ആസ്ഥാനമാക്കി വരുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. തളിര് എന്ന മുഖപത്രം ആരുടെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? തളിര് എന്ന മുഖപത്രം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, നല്ലൊരു ക്വസ്റ്റ്യൻ, വർഷം തെറ്റരുത്, 62 കോഴിക്കോട് ജില്ലയിലാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62 കോഴിക്കോട് ജില്ലയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. യുറീക്ക, ശാസ്ത്ര കേരളം, എന്തുകൊണ്ട് എന്നീ മാസികകളൊക്കെ ഇവരെ ഇറക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വരുന്നത് 98 തിരുവനന്തപുരത്താണ്. മലയാള മിഷൻ അല്ലെ, മലയാള മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കുണ്ട്, മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. 2009 തിരുവനന്തപുരത്ത് തൈക്കാട് ആസ്ഥാനമായിട്ട് വരുന്നു. ഭൂമി മലയാളം അല്ലെ, പൂക്കാലം, ഇതൊക്കെ ഇവരുടെ മാസികയുടെ പേര്. ഭൂമി മലയാളം, പൂക്കാലം ഒക്കെ മലയാള മിഷന്റെ മാസികയുടെ പേര്. ഭാരത ഭവൻ 1984 തിരുവനന്തപുരം തൈക്കാട് തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, ഭാരത ഭവനാണ്. വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. തിരുവനന്തപുരം നാളന്തയിൽ തന്നെയാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ. 2001 വരുന്നത്. വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ്. വാസ്തുവിദ്യ ഗുരുകുലം 93 വരുന്നു. അടുത്ത സംസ്ഥാന സർവ്വവിജ്ഞാന കോശം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് നമുക്ക്, 61 തിരുവനന്തപുരം വരുന്നുണ്ട്. മാർഗി കേട്ടിട്ടുണ്ടോ? കഥകളി, കൂടിയാട്ടം എന്നിവയുടെ ഗവേഷണവും പഠിപ്പിക്കുന്നതുമായി, കഥകളി, കൂടിയാട്ടം, കൂത്തൊക്കെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രധാന സ്ഥാപനമാണ് മാർഗി എന്നറിയപ്പെടുന്നത്. അത് തിരുവനന്തപുരത്താണ്. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറയിലുണ്ട്. ഗുരു ഗോപിനാഥ് നടന കേന്ദ്രം തിരുവനന്തപുരം വട്ടിയൂർക്കാവുണ്ട്. കേരള നടനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ്. പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറ. വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുളയിലാണ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതോനായിട്ട് വാരി വലിക്കാൻ ഇന്നലെയും ഒത്തിരി മണിക്കൂർ നിങ്ങൾക്ക് റിവിഷൻ നടന്നപ്പോൾ ഒത്തിരിയൊക്കെ പഠിച്ചു, മൊബൈലിൽ പഠിക്കുമ്പോഴും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് നോക്കട്ടെ. കേരള കലാമണ്ഡലം എന്നാണ് 1930 കേരള കലാമണ്ഡലം. വള്ളത്തോളും മുകുന്ദ
കുന്തരാജി. വള്ളത്തോളിന്റെ ആത്മകഥയുടെ മഹാകാവ്യത്തിന്റെ പേരെന്താ? വള്ളത്തോളിന്റെ മഹാകാവ്യം ചിത്രയോഗം. ചിത്രയോഗമാണ് വള്ളത്തോളിന്റെ. സംസ്ഥാനത്തിന്റെ കവി എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെ, സംസ്ഥാന കവി എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെയാണ്. അതുപോലെ വള്ളത്തോളിനെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അച്ഛനും ബാപ്പയും അല്ലെ, അതൊക്കെ എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥനൊക്കെ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ കൃതിയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? അതൊക്കെ വള്ളത്തോളിനെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ എന്ന് പറയുന്നത് വള്ളത്തോളിന്റെ വരികളാണ്. അതൊക്കെ നോക്കുക. നമുക്ക് ജലദോഷവും ഇത് ഉള്ളു. ഇന്ന് അതാ എനിക്കൊക്കെ ഒരു ക്ഷീണം പോലെ വന്നത്. എന്നാലും നിങ്ങൾക്ക് തരണമല്ലോ. അങ്ങ് ഭയങ്കര ജലദോഷവും അങ്ങ് എന്താന്ന് അറിഞ്ഞുകൂടെ. 2 ദിവസം ആയി, എന്നാൽ മാറിയില്ല. പക്ഷെ ഇന്ന് ഇരുന്നപ്പോഴത്തേക്ക് അങ്ങ് ജലദോഷം കൂടി. അതുകൊണ്ടാ പെട്ടെന്നൊക്കെ. എന്നാലും നല്ലോണം അത് മലയാളം മിഷന്റെ ഔദ്യോഗിക ഇതേതായിരുന്നു? പൂക്കാലം. മലയാളം മിഷന്റെ വെബ് മാസികയുടെ പേരെന്താണ്? പൂക്കാലം. ഭൂമി മലയാളം അവരുടെ മാസികയുടെ പേരാ. വെബ് മാസിക ചോദിച്ചാൽ പൂക്കാലമാണ് പറയേണ്ടത് കേട്ടോ. തളിരാരുടെ ആയിരുന്നു? തളിര് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആണോ? അല്ല, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിര്. യുറീക്കയൊക്കെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. എവിടെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആസ്ഥാനം? കോഴിക്കോട്. കോഴിക്കോടാണ്. 1962 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരുന്നത്. 81 ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത്. കിട്ടുമല്ലോ? അതൊന്ന് സെറ്റാക്കി വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി 56, സംഗീത അക്കാദമി 58, ലളിതകലാ അക്കാദമി 62, നാടകകല അക്കാദമി 95 അല്ലെ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരാ? NV കൃഷ്ണവാര്യർ ആണ്. NV കൃഷ്ണവാര്യർ. 68 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. 68 മലയാള മിഷനും ഭാരത മിഷന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് മലയാള മിഷന്റെ ഭാരത മിഷന്റെ ആസ്ഥാനം. കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ, അതൊന്ന് സെറ്റാക്കി വെച്ചിരിക്കണേ. ഓക്കെ, ഇന്നത് പെട്ടെന്ന് തന്നെ റിവിഷൻ നടത്തി വെക്കാം. 3 ഘട്ടം പഠിച്ചു. ഏതൊക്കെയാ? രാഷ്ട്രപതിയുടെ കുറിച്ച് പഠിച്ചു, കേരളത്തിന്റെ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചും പറഞ്ഞായിരുന്നു. അവസാനം നമ്മൾ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ച് ആദ്യം നമ്മൾ മറ്റേ സെക്ഷനും പഠിച്ചു. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പോയിരുന്ന റിവിഷൻ നടത്തുക. അപ്പോൾ 6ാം ഘട്ടം അവസാനിച്ചു. കുറെ നല്ല കാര്യങ്ങളുമായിട്ട് നല്ലൊരു പുതിയ യുഗം ആരംഭിക്കട്ടെ. നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ. റിവിഷൻ നടത്തട്ടെ. പെർഫെക്റ്റ് ആവട്ടെ. ഹാളിൽ എത്തുമ്പോൾ ഒരു മനസ്സിൽ വിഷമവും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് കയറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കിട്ടും. ധൈര്യമായിട്ട് ഇരിയട്ടെ. പഠിക്കുന്നവർക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാ? നിങ്ങൾ പഠിക്കുക. ആ നല്ലൊരു പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുവരിക. വരുന്ന നെഗറ്റീവുകളെല്ലാം ഓട്ടിച്ചു വിടുക. ചവിട്ടി മെതിച്ചു വിടുക. ഒരു നെഗറ്റീവ് ഇനി ഞാൻ എടുക്കുന്നില്ല എന്ന് വെക്കുക. പോസിറ്റീവായിട്ട് ഈ പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറെടുക്കുക എന്ന് വെക്കുക. ഞങ്ങളൊക്കെ കൂടെ കാണും. ഓക്കെ, കുറെ നല്ല റിവിഷനുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.